ഹായ് ഹലോ പ്രൈസ് ദ ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരാറുണ്ട്. ഓരോ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ, വലുതും ചെറുതുമായ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഒത്തിരി ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സൊല്യൂഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. പല ചോദ്യങ്ങളിൽ ചിലത് നമ്മളോടും പലത് ദൈവത്തോടുമായിരിക്കും. എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളെക്കുറിച്ച് തിരുവചനം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 10:13 മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, നമുക്ക് സഹിപ്പാൻ കഴിയുന്നതിനപ്പുറമായി നമ്മുടെ കർത്താവ് നമുക്കൊരു പരീക്ഷയും അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ വലിയ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ കർത്താവിനറിയാം, ഹി ഈസ് കേപ്പബിൾ ടു ഹാൻഡിൽ ദാറ്റ്. ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരെയും പേഴ്സണലി അറിയുന്ന ഒരു ദൈവം. നാം കർത്താവിനെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും, നമുക്ക് അവനുമായൊരു ബന്ധമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവത്തിന് നമ്മെ ഓരോരുത്തരെയും ഓരോ തരിയും വ്യക്തമായിട്ടറിയാം. എന്ത് നമുക്ക് കഴിയും, എന്ത് നമുക്ക് കഴിയില്ല എന്ന് കർത്താവിനറിയാം. എത്ര നമുക്ക് സഹിക്കാൻ കഴിയും, എന്ത് സഹിക്കാൻ കഴിയില്ല എന്ന് കർത്താവിനറിയാം. ഹല്ലേലൂയ. തിരുവചനം പറയുന്നു, ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ. നമ്മുടെ സ്വഭാവത്തിനോ നമ്മുടെ ഗുണത്തിനോ ഒത്തവണ്ണമല്ല അവൻ വിശ്വസ്തനാകിയാൽ. ഹല്ലേലൂയ. കർത്താവ് വിശ്വസ്തനാകിയാൽ ഓരോ പരീക്ഷണങ്ങൾക്ക് അപ്പുറവും നമുക്ക് വേണ്ടി ഒരു പോക്കുവഴിയും കർത്താവ് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 5 നമ്മൾ വായിക്കുമ്പോൾ 38 വർഷക്കാലമായി ബെഥസ്ദാ കുളക്കരയിൽ രോഗിയായി കിടന്നൊരു മനുഷ്യൻ, കർത്താവിനേക്കാൾ പ്രായം ചെന്നൊരു മനുഷ്യൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ പ്രായത്തേക്കാൾ അധികം പ്രായപഴക്കമുള്ള പ്രശ്നമുള്ള ഒരു മനുഷ്യൻ. ആ മനുഷ്യൻ്റെ പ്രശ്നം കുളത്തിൽ തന്നെ ഇറക്കാൻ ഒരാളില്ല എന്നതായിരുന്നു. എല്ലായ്പ്പോഴും കുളം കലക്കാൻ ഒരു ദൂതൻ വരികയും അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. എന്നാൽ ഈ രോഗിയുടെ പ്രശ്നപരിഹാരം യേശു കർത്താവായിരുന്നു. ഹല്ലേലൂയ. കുളക്കരയിലെ രോഗി വർഷങ്ങളായി കിടക്കുന്നുവെന്ന് കർത്താവ് അറിഞ്ഞു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ആ 38 വർഷത്തെ രോഗത്തിൻ്റെ മറുപടി യേശു എന്ന നാമമായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കർത്താവ് ഓൾറെഡി നിശ്ചയിച്ചിരിക്കുന്നു. അവൻ്റെ സമയത്ത് അവനത് തക്കതായി കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കാം. പരീക്ഷകളിൽ പതറാതെ കർത്താവിൽ ആശ്രയിക്കാം. ഗോഡ് ബ്ലെസ് യു.